Hi everyone. Today we will be going to deal with project management techniques. അപ്പോൾ ഈ ഒരു മാനേജ്മെൻറ്റ് ടെക്നിക്സ് എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്ക് നിങ്ങളുടെ സിലബസിൽ മെൻഷൻഡ് അല്ല. ബട്ട് ഈ ഒരു ഷെഡ്യൂളിംഗ് ടെക്നിക്ക് അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് ടെക്നിക്സ് നിങ്ങളുടെ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പറിൽ ദേ ഹാവ് ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ് ബേസ്ഡ് ഓൺ ദിസ് ടോപ്പിക് ഇസ് എ കണ്ടന്റ് ദാറ്റ് ഇസ് ബിയോണ്ട് അവർ സിലബസ്. ബട്ട് സ്റ്റിൽ വി ക്യാൻ സ്റ്റഡി വാട്ട് ആർ ഓൾ ദീസ് ടെക്നിക്സ്. അതുകൊണ്ട് തന്നെ അഥവാ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസിൽ ചോദിച്ചാൽ നമുക്ക് അതനുസരിച്ച് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ പ്രോജക്റ്റ് മാനേജ്മെൻറ്റിൽ വരുന്ന രണ്ട് ടെക്നിക്കാണ് CPM ആൻഡ് PERT ടെക്നിക്ക്. അതായത് അതിൻ്റെ ഫുൾ ഫോംസ് ഉണ്ട്, ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ് ആൻഡ് പ്രോജക്റ്റ് ഇവാലുവേഷൻ ആൻഡ് റിവ്യൂ ടെക്നിക്ക്. അങ്ങനത്തെ രണ്ട് മെത്തേഡാണ് നമ്മൾ മാനേജ്മെൻറ്റ് ടെക്നിക്സിൽ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളൊരു പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആദ്യം തന്നെ സ്റ്റാർട്ട് ചെയ്യുമല്ലോ ചെയ്യുന്നത്, അതിൽ കുറേ ഹോംവർക്ക്സ് ഉണ്ട്, കുറേ കാര്യങ്ങൾ പഠിക്കണം. എപ്പോഴാണ് അതിൻ്റെ പ്രോജക്റ്റ് എൻഡ് ചെയ്യേണ്ടത്, എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്, എത്രയാണ് ഡെഡ് ലൈൻ, അങ്ങനത്തെ ഒരു കാര്യങ്ങളും ഫുള്ളി ഓരോ ഡേയ്സും കൺസിഡർ ചെയ്തിട്ട് നമ്മൾ ഇൻഡിവിജ്വലി ഷെഡ്യൂൾ ചെയ്യണം. അങ്ങനെ ഷെഡ്യൂൾ ചെയ്യുന്ന ടെക്നിക്സ് ആണ് ഈ രണ്ട് ടെക്നിക്ക്. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ വി മൂവ് ഓൺ ടു ദ ഇൻട്രൊഡക്ഷൻ. ഈ ഒരു ക്ലാസ്സിൻ്റെ പ്രസൻറ്റേഷൻ ഈ ഒരു ക്ലാസ്സിൻ്റെ ഫ്ലോ എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ഉണ്ട്, പിന്നെ നെറ്റ്വർക്ക് പ്ലാനിങ് ഉണ്ട്, എസ്റ്റിമേറ്റിംഗ് ടൈം ഉണ്ട്, പിന്നെ നമ്മുടെ രണ്ട് മെത്തേഡ് CPM ആൻഡ് PERT. ഓക്കെ, സോ ഫസ്റ്റ് വിൽ മൂവ് ഓൺ ടു ഇൻട്രൊഡക്ഷൻ. നമ്മൾ പ്രോജക്റ്റ് മാനേജ്മെൻറ്റ് വരുമ്പോൾ ഒരു പ്രോജക്റ്റ് എന്ന് പറയുന്നത് സെറ്റ് ഓഫ് കുറേ ഇൻറ്റർ റിലേറ്റഡ് ആക്ടിവിറ്റീസിൻ്റെ ഒരു കോമ്പിനേഷനാണ്. അതായത് കറക്റ്റായിട്ട് അതിനൊരു സ്റ്റാർട്ടിംഗ് പോയിൻറ്റും ഉണ്ട്, കറക്റ്റായിട്ട് അത് തീരാൻ വേണ്ടി ഒരു എൻഡിങ് പോയിൻറ്റും ഉണ്ട്. അപ്പോൾ ആ രണ്ട് സമയത്തിൻ്റെ ഇടയിൽ നമുക്കൊരു പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്താൽ പറ്റിയാൽ ആ ഡെവലപ്പ് ചെയ്ത പ്രോഡക്റ്റ് വി വിൽ ബി ടെസ്റ്റിംഗ്. നമ്മൾ കോഡിംഗ് എല്ലാം ചെയ്ത് കഴിഞ്ഞ് ടെസ്റ്റിംഗ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ അനുസരിച്ച് റിസൾട്ട് കിട്ടും. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് എന്ന് പറഞ്ഞൊരു യുണീക്ക് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആയിരിക്കും. നമ്മൾ ചെയ്ത കാര്യം തന്നെ വീണ്ടും ചെയ്യുന്നുണ്ടാവില്ല, പുതിയതായിട്ടൊരു ഡെവലപ്മെൻ്റ് ആണ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ അതുപോലെ തന്നെ അതൊരു സർവീസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള പ്രോഡക്റ്റും കൂടിയാണ്. ഓക്കെ, അപ്പോൾ അതാണ് ഒരു പ്രോജക്റ്റ് എന്ന് പറയുന്നത്. ഈ പ്രോജക്റ്റ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ ആ പ്രോജക്റ്റിന് പ്ലാൻ ചെയ്യുന്നതും ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതും കൺട്രോൾ ചെയ്യുന്നതും മോണിറ്റർ ചെയ്യുന്നതും അതൊക്കെ കുറേ ആസ്പെക്ട്സ് വെച്ച് നമ്മൾ ഫോളോ ചെയ്യണം. ലൈക്ക് ടൈം, മണി, മെറ്റീരിയൽസ്, റിസോഴ്സ്, മാൻ പവർ. അത് കൂടാണ്ട് തന്നെ എന്തൊക്കെയാണ് ഒരു പ്രോജക്റ്റ് ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് വേണ്ട റിസോഴ്സസ്, അതൊക്കെ നമ്മൾ കണക്കിലെടുത്ത് നമ്മൾ ഈ പ്രോജക്റ്റിനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവരുന്നതാണ്. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ വാട്ട് ഈസ് എ പ്രോജക്റ്റ് ആൻഡ് ഹൗ ദാറ്റ് പ്രോജക്റ്റ് ക്യാൻ ബി മാനേജ്. ദാറ്റ് ഈസ് പ്രോജക്റ്റ് മാനേജ്മെൻറ്റ്. ഓക്കെ, ഇനി നമുക്ക് നെറ്റ്വർക്ക് പ്ലാനിങ് മെത്തേഡ് നോക്കാം. അതായത് നെറ്റ്വർക്ക് പ്ലാനിങ് എന്ന് പറയുന്നത് നമ്മൾ ഓരോ പ്രോജക്റ്റിൽ കുറേ ആക്ടിവിറ്റീസ് ഉണ്ടാവും. അപ്പോൾ ഓരോ ആക്ടിവിറ്റീസിലെയും നമ്മൾ കമ്പൈൻ ചെയ്തൊരു നെറ്റ്വർക്ക് ഉണ്ടാവും. ആ നെറ്റ്വർക്കിലാണ് നമ്മൾ ഈ പ്ലാനിങ് പ്രോസസ്സ് ചെയ്യുന്നത്. സോ ദർ ആർ 2 മെത്തേഡ്സ് ദാറ്റ് ഇസ് യൂസ് ഫോർ നെറ്റ്വർക്ക് പ്ലാനിങ്. ദേ ആർ CPM ആൻഡ് PERT മെത്തേഡ്. അപ്പം നമ്മൾ നെറ്റ്വർക്ക് പ്ലാനിങ് ചെയ്യുന്ന ഒരു പ്രോജക്റ്റിൽ കുറച്ച് സ്റ്റെപ്സ് ഇൻവോൾവ് ആണ്. അതായത് 4 സ്റ്റെപ്പ്. ആദ്യം നമ്മൾ പ്രോജക്റ്റ് എന്താ ഡിസ്ക്രൈബ് ചെയ്യണം, പിന്നെ നെറ്റ്വർക്ക് എന്താണെന്ന് ഡയഗ്രാമാറ്റിക്കലി നമ്മൾ കാണിക്കണം, പിന്നെ എപ്പോഴാണ് ഈ പ്രോജക്റ്റ് തീരുന്നതെന്നുള്ള ടൈം ഓഫ് കംപ്ലീഷൻ കാണിക്കണം. അതനുസരിച്ച് പ്രോജക്റ്റിൻ്റെ പ്രോഗ്രസ് നമുക്ക് മോണിറ്റർ ചെയ്യാൻ പറ്റും. യൂഷ്വലി ഒരു സോഫ്റ്റ്വെയർ പ്രോജക്റ്റ് ആണെങ്കിൽ നമുക്കത് മോണിറ്റർ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഒരു ഹാർഡ്വെയർ റിലേറ്റഡ് അല്ലെങ്കിൽ ഒരു സിവിൽ പ്രോജക്റ്റ് ആണെങ്കിൽ, നമ്മളിപ്പോൾ ഒരു ബിൽഡിംഗ് കെട്ടുവാണെങ്കിൽ ആ ബിൽഡിംഗ് ഏറ്റവും അവസാനിക്കുന്നത് എപ്പോഴാണ്, ആ ബിൽഡിങ്ങിൻ്റെ ടോപ്പ് സ്റ്റോറീഡ് ബിൽഡിംഗ് വരെ കെട്ടിക്കഴിഞ്ഞ് ഫുള്ളി ആകുമ്പോഴാണ് നമുക്കത് വിസിബിൾ ആണ്. ബട്ട് സോഫ്റ്റ്വെയർ പ്രോഗ്രസ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ ഓരോ ആക്ടിവിറ്റീസിനെയും നെറ്റ്വർക്ക് പ്ലാനിങ്ങിൽ കൊണ്ടുവന്ന് വി ഹാവ് എ ഡെഫിനിറ്റ് സ്റ്റാർട്ട് ഡേറ്റ്, വി ഹാവ് എ ഡെഫിനിറ്റ് എൻഡ് ഡേറ്റ്. ഓരോ ആക്ടിവിറ്റീസ് എപ്പോൾ തീരണം, എപ്പോൾ തുടങ്ങണം എന്നുള്ള ഒരു കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ടുണ്ട്. അതനുസരിച്ച് നമുക്കതിൻ്റെ പ്രോഗ്രസ് മോണിറ്റർ ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് വി ഹാവ് ദ നെറ്റ്വർക്ക് ഡയഗ്രാം. നെറ്റ്വർക്ക് ഡയഗ്രാമിൽ പഠിക്കുന്നതിന് മുമ്പേ ആ ഡയഗ്രാം വരക്കുമ്പോൾ എന്തൊക്കെയാണ് അറിഞ്ഞിരിക്കേണ്ട കൺസെപ്റ്റ്? ദാറ്റ് ഈസ് ആക്ടിവിറ്റി, പ്രസിഡൻസ് റിലേഷൻഷിപ്പ്, സക്സസർ ആൻഡ് ഇവൻറ്റ്. ആക്ടിവിറ്റി എന്ന് പറയുന്നത് എന്ത് ടാസ്ക്കാണ് അത് നടക്കുന്നത്, അതാണ് ആക്ടിവിറ്റി എന്ന് പറയുന്നത്. പ്രസിഡൻസ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ആ ആക്ടിവിറ്റിയുടെ തൊട്ട് മുൻപേ നടന്ന ആക്ടിവിറ്റി. ഒരു ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാലേ മറ്റേ ആക്ടിവിറ്റി തുടങ്ങാൻ പറ്റുമെങ്കിൽ ദാറ്റ് ബിക്കംസ് ദ പ്രസിഡൻസ് റിലേഷൻഷിപ്പ്. സക്സസർ എന്ന് പറഞ്ഞാൽ ഒരു ആക്ടിവിറ്റി കഴിഞ്ഞിട്ട് ചെയ്യാൻ പോകുന്ന അടുത്ത ആക്ടിവിറ്റി. ഇവൻ്റ് എന്ന് പറയുന്നത് അതിൽ നടക്കുന്ന സിനാരിയോസ്. ഓക്കെ, അപ്പോൾ അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഒരു നെറ്റ്വർക്ക് ഡയഗ്രാമിൽ എങ്ങനെയൊക്കെയാണ് വരക്കേണ്ടത്, അതിൻ്റെ ഗൈഡ് ലൈൻസ് എന്താണ്. നമ്മൾ ഒരു ആക്ടിവിറ്റി തുടങ്ങുന്നതിന് മുമ്പേ അതിന് തൊട്ട് മുമ്പത്തെ പ്രൊസീഡിങ് ആക്ടിവിറ്റി ഫുള്ളി കംപ്ലീറ്റ് ആയിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് പുതിയ ആക്ടിവിറ്റി തുടങ്ങാൻ പറ്റൂ. പിന്നെ ആ ആക്ടിവിറ്റീസ് തമ്മിൽ ആരോ എന്ന് പറയുന്നത് ലോജിക്കൽ പ്രസിഡൻസിനെ കാണിക്കുന്നതാണ്. യു വിൽ ഹാവ്
ആരോ മാർക്ക് ഫ്രം വൺ ആക്ടിവിറ്റി ടു അനദർ ആക്ടിവിറ്റി, അല്ലെങ്കിൽ വൺ നോഡ് ടു അനദർ നോഡ്. അപ്പോൾ അതിൻ്റെ ഡയറക്ഷനിലായിട്ടുള്ള ആരോസ് ഉണ്ടാവും. പിന്നെ ഡയഗ്രാമത്തിൻ്റെ ഫ്ലോ എന്ന് പറയുന്നത് ലെഫ്റ്റ് ടു റൈറ്റ് ആണ്. പിന്നെ ആരോസ് ഒരിക്കലും ഇൻ്റർസെക്റ്റ് ചെയ്യാൻ പാടില്ല. പിന്നെ ഡാംഗ്ലിംഗ് ആരോസ് ഉണ്ടെങ്കിൽ അതും അവോയ്ഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നെറ്റ്വർക്ക് ഡയഗ്രാം വരയ്ക്കുമ്പോൾ നമ്മൾ ഫോളോ ചെയ്യേണ്ട ഗൈഡ് ലൈൻസ്. നെക്സ്റ്റ് വി ഹാവ് അപ്രോച്ചസ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ആക്ടിവിറ്റി ഓൺ ആർക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഗൈഡ് ലൈൻസ് വെച്ചിട്ടാണ് ഈ ഒരു പർട്ടിക്കുലർ നെറ്റ്വർക്ക് ഡയഗ്രാം വരച്ചിട്ടുള്ളത്. നെറ്റ്വർക്ക് ഡയഗ്രാം തുടങ്ങുന്നത് ലെഫ്റ്റിൽ നിന്നാണ് ആൻഡ് ഇറ്റ് വിൽ ബി എൻഡിങ് ഇൻ ദ റൈറ്റ് സൈഡ്. പിന്നെ ഇതൊക്കെ നോട്ട്സ് ആണ്. ഈ 1 2 3 4 5 6 7 8 ഒക്കെ നോട്ട്സ് ആണ്. ഈ ABCD എന്നൊക്കെ പറയുന്നതാണ് ആക്ടിവിറ്റി. അപ്പം ഒരു നോഡിൽ നിന്ന് വേറെ നോഡിലേക്ക് പോകാൻ ഒരു ആരോ മാർക്ക് ഉണ്ട്, ദാറ്റ് ഈസ് എ ഡയറക്ഷൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ 2 കഴിഞ്ഞതിന് ശേഷം മാത്രമേ 3 അവിടെ നടക്കുകയുള്ളൂ. 2 അവിടെ ഫുള്ളി കംപ്ലീറ്റ് ചെയ്തതിന് മാത്രമേ 3 അവിടെ നടക്കുകയുള്ളൂ. അപ്പോൾ ഈ ഓരോ ആർക്കിലാണ് ഓരോ ആക്ടിവിറ്റി കാണിക്കുന്നത്. സോ ഹെൻസ് ദിസ് ഇസ് എൻ ആക്ടിവിറ്റി ഓൺ ആർക്ക്. ഓക്കെ, we use arc to represent activities and also the node to represent the event. ഓക്കെ, അപ്പോൾ ഇതൊരു ഇവൻറ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു നെറ്റ്വർക്ക് ഡയഗ്രാം ആണ്. ഇങ്ങനെയാണ് ഒരു ടിപ്പിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് എ നെറ്റ്വർക്ക് ഡയഗ്രാം. യു ഹാവ് ആക്ടിവിറ്റീസ്, യു ഹാവ് നോട്ട്സ്, അത്രയും കാര്യങ്ങൾ. പിന്നെ ഇതൊരു ഡമ്മി ആക്ടിവിറ്റി ആണ്. ഡമ്മി ആക്ടിവിറ്റി എന്താ നമുക്ക് പഠിക്കാം. അത് ജസ്റ്റ് നമുക്കൊരു എന്താ പറയുക, ഒരു എക്സാമ്പിൾ പോലെയാണ്. ലൈക്ക് അതിൽ കൂടെ നമ്മൾ എപ്പോഴും 3 to 4 നമ്മൾ ഫ്ലോ ചെയ്യണമെന്നില്ല. ജസ്റ്റ് വേറൊരു വഴിയും ഇല്ലെങ്കിൽ നമുക്ക് അതിൽ കൂടെ അപ്രോച്ച് ചെയ്യാന്നുള്ള രീതിയിലാണ് അങ്ങനെ ഒരു ഡമ്മി ആയിട്ട് കൊടുക്കുന്ന ആക്ടിവിറ്റിയാണ്. ഓക്കെ, സോ നമുക്ക് ഡമ്മി ആക്ടിവിറ്റിനെ പറ്റി കൂടുതൽ നോക്കാം. ദാറ്റ് ഈസ് വെൻ വി ഹാവ് ആക്ടിവിറ്റി ഓൺ ആർക്ക് അപ്രോച്ച്, നമ്മൾ പ്രസിഡൻസ് റിലേഷൻഷിപ്പ് കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് 2 ആക്ടിവിറ്റീസ് നമ്മൾ കൂടുതൽ കൂടണം. അപ്പോൾ ആ ഒരു ഡമ്മി ആക്ടിവിറ്റിക്ക് ടൈം എന്ന് പറയുന്നത് 0 ആയിരിക്കും. അതുപോലെ തന്നെ ആ ഒരു ഡമ്മി ആക്ടിവിറ്റി ഒരു റിസോഴ്സസും എടുക്കുന്നുണ്ടാവില്ല. അപ്പോൾ ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ നമുക്ക് പ്രസിഡൻസ് കാണിക്കാനോ അല്ലെങ്കിൽ നമ്മുടെ ഫ്ലോ മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതിയിൽ നമുക്ക് ആ നെറ്റ്വർക്ക് പ്ലാനിങ് കൊണ്ടുവരാനാണ് നമ്മൾ ഈ ഡമ്മി ആക്ടിവിറ്റി യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് യൂഷ്വലി ഇറ്റ് ഷോസ് ദ പ്രസിഡൻസ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ 2 ആക്ടിവിറ്റീസ്. സോ ഡമ്മി ആക്ടിവിറ്റി നമ്മൾ 2 സിറ്റുവേഷനിലാണ് ആക്കുന്നത്. ഒന്ന്, 2 അതിൽ കൂടുതൽ ആക്ടിവിറ്റീസ് സ്റ്റാർട്ട് ആൻഡ് എൻഡ് ദ സെയിം നോട്ട്സ്. ഹിയർ യു ക്യാൻ സീ ഫ്രം എന്ന് ബിയും തുടങ്ങുന്നുണ്ട്, സിയും തുടങ്ങുന്നുണ്ട്. ഓക്കെ, പിന്നെ ബിയിൽ നിന്നാണ് ഡിയിലോട്ടേക്ക് പോകുന്നത്. പിന്നെ സിയിൽ നിന്നും നമുക്ക് ഡിയിലോട്ടേക്ക് പോകുന്നത് ഡമ്മി ആക്ടിവിറ്റിയാണ്. കാരണം ഇതിന് തൊട്ട് മുമ്പുള്ള പ്രസിഡൻസ് റിലേഷൻഷിപ്പിൽ നമുക്ക് എന്നാണ് 2 കേസസ് തുടങ്ങുന്നത്. ഓക്കെ, എന്ന് പറഞ്ഞ ആക്ടിവിറ്റി കഴിഞ്ഞിട്ട് 1 എന്ന് പറഞ്ഞ നോഡിൽ നിന്ന് ബിയും സിയും ഒരേ സമയം തുടങ്ങുന്നുണ്ട്. അപ്പോൾ 2ൽ കൂടുതൽ ആക്ടിവിറ്റീസ് സെയിം സ്റ്റാർട്ട് ആൻഡ് എൻഡ് ചെയ്യുമ്പോൾ നമ്മൾ ആ സമയത്ത് ഇങ്ങനൊരു ഡമ്മി ആക്ടിവിറ്റി കൊടുക്കും. ഓക്കെ, അതുപോലെ തന്നെ സെയിം പ്രസിഡൻസ് ആക്ടിവിറ്റി ഷെയർ ചെയ്യുന്നുണ്ടെങ്കിലും പക്ഷേ എല്ലാ പ്രസിഡൻസും ഷെയർ ചെയ്യുന്നില്ല, അങ്ങനത്തെ കേസിൽ നമ്മൾ ഡമ്മി ആക്ടിവിറ്റി കൊടുക്കും. അപ്പോൾ ഇവിടെ 3ൻ്റെ പ്രഡിസസർ 1 ആണ്, 4ൻ്റെ പ്രഡിസസർ 2 ആണ്. 3ഉം 4ഉം തമ്മിൽ ഒരു കണക്ടിവിറ്റിയും ഇല്ല. ബട്ട് 3 5 കഴിഞ്ഞിട്ടാണ് 7 എത്തുന്നത്, 4 6 കൂടെ കടന്നാണ് 7 എത്തുന്നത്. അപ്പം ഇവിടെ 2 അതിൽ കൂടുതൽ ആക്ടിവിറ്റീസ് ഷെയർ ചെയ്യുന്നുണ്ട്, പക്ഷെ പ്രസിഡൻസ് ഷെയർ ചെയ്യുന്നില്ല. അപ്പോൾ അങ്ങനെ ഉണ്ടാകുമ്പോൾ നമുക്ക് 3 to 4ലേക്ക് ഒരു ഡമ്മി ആക്ടിവിറ്റിയും കൂടി കൊണ്ടുവരാം. ഓക്കെ, നെക്സ്റ്റ് വി ഹാവ് ആക്ടിവിറ്റി ഓൺ നോഡ്. അപ്പോൾ നേരത്തെ പഠിച്ചത് നമ്മൾ ആക്ടിവിറ്റി ഓൺ ആർക്കായിരുന്നു. ഒരു ആർക്കിലാണ് ഒരു ആക്ടിവിറ്റി നടക്കുന്നത്. ഇവിടെ എന്ന് പറയുന്നത് ആർക്കിലാണ് ഇവൻറ്റ് നടക്കുന്നത്. ലൈക്ക് ഇവൻറ്റ് നമ്മളിത് ഇവൻറ്റ് ഓറിയൻറ്റേഷൻ നോക്കുന്നില്ല, നമ്മൾ മെയിൻലി നോഡ്സിലാണ് ആക്ടിവിറ്റി നടക്കുന്നത്. സോ ഹിയർ നോഡ്സ് ആർ യൂസ് ടു റെപ്രസെൻറ്റ് ആക്ടിവിറ്റീസ് ആൻഡ് ആർക്ക് ഇൻഡിക്കേറ്റ്സ് ദ യൂഷ്വൽ പ്രസിഡൻസ് റിലേഷൻഷിപ്പ്. അപ്പോൾ ഇവിടെ ഇത് ആക്ടിവിറ്റി ഓറിയൻറ്റഡ് ആണ്. ആക്ടിവിറ്റി ഓൺ നോഡ് എന്ന് പറയുമ്പോൾ ദിസ് ഇസ് ആക്ടിവിറ്റി ഓറിയൻറ്റഡ്. നേരത്തെ ഇവൻറ്റ് ഓറിയൻറ്റഡ് ആയിരുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ ഇവൻറ്റിന് പ്രാധാന്യം കൊടുക്കുന്നില്ല, ആക്ടിവിറ്റീനാണ് പ്രാധാന്യം. അപ്പം A2 എന്ന് പറയുന്ന ടൈമാണ്, ടൈം ഫ്ലോട്ട് എന്നോ എന്ത് നിങ്ങൾക്ക് പറയാം. ആ ഒരു ടൈം ആണ് കൺസ്യൂം ചെയ്യുന്നത്. പിന്നെ C 4 ടൈം എടുക്കും. ടൈം ഏത് വേണമെങ്കിൽ 4 days 4 months അല്ലെങ്കിൽ 4 minutes 4 hours എന്ത് യൂണിറ്റും ഈ ടൈം എന്ന് പറയുന്ന രീതിയിൽ കൊടുക്കാം. അത് ആ പ്രോജക്റ്റ് മാനേജ് ചെയ്യുന്ന ആൾക്കാർ ഡിഫൈൻ ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ദിസ് ഈസ് ആക്ടിവിറ്റി ഓൺ നോഡ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നും ബി എന്നാണ്, എൻഡ് ചെയ്യുന്നത് ഐയിലാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലോ ആണ് ഈ ഡയഗ്രാമിലൂടെ കാണിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് വി ഹാവ് ദ എസ്റ്റിമേറ്റിംഗ് ടൈം ഓഫ് കംപ്ലീഷൻ. എപ്പോഴാണ് ഒരു പ്രോജക്റ്റ് നമ്മൾ കറക്റ്റായിട്ട് ചെയ്ത് തീരുന്നത് എന്ന് നമുക്കൊന്ന് എസ്റ്റിമേറ്റ് ചെയ്ത് വെക്കണം. അത് തന്നെ നമ്മൾ ഫോളോ ചെയ്യണം. ബട്ട് ചില കേസസിൽ റിസ്ക്കും ഫെയിലിയേഴ്സ് ഒക്കെ വന്നാൽ നമുക്ക് ആ ഒരു എൻഡ് ഡേറ്റിൽ നിന്ന് ഒരു സ്ലിപ്പേജ് ഉണ്ടാവും. ബട്ട് സ്റ്റിൽ നമ്മൾ എപ്പോഴാണ് കംപ്ലീറ്റ് ചെയ്യുന്നതെന്നുള്ളൊരു എസ്റ്റിമേറ്റിംഗ് ടൈം എപ്പോഴും നമ്മൾ കീപ്പ് ചെയ്ത് വെക്കണം.
ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പ്ലാനിങ്ങിലാണ് വരുന്നത്. അപ്പോൾ ഇതിൽ ടൈം എസ്റ്റിമേറ്റ്സ് ഏതൊക്കെയാണ് വരുന്നതെന്ന് വെച്ചാൽ, ഫസ്റ്റ് നമ്മൾ ടോട്ടൽ ടൈം ഫോർ കംപ്ലീഷൻ ആദ്യമേ എടുത്ത് വെക്കണം. ഒരു വർഷം കൊണ്ട് നമ്മൾ ഈ പ്രോജക്റ്റ് തീർക്കും, അതല്ലെങ്കിൽ 12 മാസം കൊണ്ട് നമ്മൾ ഈ പ്രോജക്റ്റ് തീർക്കും. അപ്പോൾ അവിടെ മന്ത് എന്നുള്ള ടേമാണ് വരുന്നത്. സോ അതിൽ ടൈം കാര്യങ്ങൾ വരുന്നതെന്ന് വെച്ചാൽ, ഫസ്റ്റ് വൺ ഈസ് ഇ എസ് എന്ന് പറയുന്നത് ഏർലിയസ്റ്റ് സ്റ്റാർട്ട് ടൈം. അതായത് എത്രയും പെട്ടെന്ന് നമ്മൾ തുടങ്ങുന്ന ഏർലിയസ്റ്റ് ടൈം അറ്റ് വിച്ച് ആൻ ആക്ടിവിറ്റി ക്യാൻ ബി സ്റ്റാർട്ടഡ് സോ ദാറ്റ് ഇറ്റ്സ് പ്രസിഡൻറ്റ് ആക്ടിവിറ്റി മസ്റ്റ് ബി കംപ്ലീറ്റഡ് ഫസ്റ്റ്. അതാണ് ഏറ്റവും ഫസ്റ്റ് തുടങ്ങാൻ പറ്റുന്ന, ഏറ്റവും ഏർലിയസ്റ്റ് ആയിട്ട് തുടങ്ങാൻ പറ്റുന്ന ആക്ടിവിറ്റി. ബട്ട് ആ ആക്ടിവിറ്റി തുടങ്ങുന്നതിന് മുമ്പ് അതിന് പ്രസിഡൻസ് ആയിട്ടുള്ള ആക്ടിവിറ്റി എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവണം. അപ്പോൾ എത്രയും പെട്ടെന്ന് തുടങ്ങാൻ പറ്റുന്ന ആക്ടിവിറ്റി, ദാറ്റ് ഇസ് ഏർലിയസ്റ്റ് ടൈം അറ്റ് വിച്ച് ദാറ്റ് ആക്ടിവിറ്റി ക്യാൻ ബി സ്റ്റാർട്ടഡ്, ദാറ്റ് ഇസ് ഇ എസ്. ഇനി ഇ എഫ് എന്ന് പറയുന്നത് ഏർലിയസ്റ്റ് ഫിനിഷ് ടൈം. അതായത് എത്രയും പെട്ടെന്ന് അതിൻ്റെ ഏർലിയസ്റ്റ് സ്റ്റാർട്ട് ടൈം നമ്മൾ ഈക്വാലൻ്റ് ആയിട്ട് നമ്മൾ തുടങ്ങുമ്പോൾ എത്രയും പെട്ടെന്ന് അത് കംപ്ലീറ്റ് ചെയ്തിട്ട് അത് കംപ്ലീറ്റ് ആക്കണം ആ ഒരു ആക്ടിവിറ്റി. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു ദ ഏർലിയസ്റ്റ് സ്റ്റാർട്ട് ടൈം ഫോർ ദ ആക്ടിവിറ്റി പ്ലസ് ദ ടൈം റിക്വയർഡ് ടു കംപ്ലീറ്റ് ദാറ്റ് ആക്ടിവിറ്റി. ഓക്കെ, അപ്പോൾ ഒരു ആക്ടിവിറ്റി തുടങ്ങുമ്പോൾ അതിന് ഏർലിയസ്റ്റ് സ്റ്റാർട്ട് ടൈം ആണ്, പ്ലസ് അപ്പോൾ ഏർലിയസ്റ്റ് സ്റ്റാർട്ട് ടൈം വിൽ ബി ആഡഡ് ടു ദ ടൈം ദാറ്റ് ഇസ് റിക്വയർഡ് ടു കംപ്ലീറ്റ് ദാറ്റ് ആക്ടിവിറ്റി. അതാണ് ഏർലിയസ്റ്റ് ഫിനിഷ് ടൈം. അതായത് എത്രയും പെട്ടെന്ന് അത് ഫിനിഷ് ആക്കേണ്ട ഒരു ടൈം. നെക്സ്റ്റ് വി ഹാവ് ലേറ്റസ്റ്റ് ഫിനിഷ് ടൈം. ലേറ്റസ്റ്റ് ടൈം എന്ന് പറയുന്നത് ആക്ടിവിറ്റി ക്യാൻ ബി കംപ്ലീറ്റഡ് വിത്തൗട്ട് ഡിലേയിങ് ദ പ്രോജക്റ്റ്. ഇപ്പം ഒരു ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്യാൻ 8 അവർ വേണം, ബട്ട് നമ്മൾ 5 അവർ കൊണ്ട് തീർന്നു. ബട്ട് ബാക്കി ഇനിയും നമുക്ക് 3 അവർ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇനിയും ആ ആക്ടിവിറ്റി 3 അവറും കൂടി ലാഗ് ചെയ്താലും കുഴപ്പമില്ല, പ്രോജക്റ്റ് മൊത്തത്തിൽ ഡിലേ വരില്ല. കാരണം നമ്മൾ ഓൾറെഡി അതിന് 8 അവർ ഫിക്സ് ചെയ്തിട്ടുണ്ട് മുൻപേ. ഓക്കെ, അപ്പോൾ അതാണ് ആ ടൈമിൻ്റെ ഡിഫറൻസ്. ലേറ്റസ്റ്റ് ഫിനിഷ് ടൈം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇനിയും എത്ര വേണമെങ്കിലും ആ ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്യാം വിത്തൗട്ട് ദ ഡിലേയിങ് ഓഫ് ദ ഹോൾ പ്രോജക്റ്റ്. ലേറ്റസ്റ്റ് സ്റ്റാർട്ട് ടൈം എന്ന് പറയുന്നത് നമ്മൾ സ്റ്റാർട്ട് ടൈം ഒരു ഫിക്സഡ് ആണ്, നമ്മൾ അതൊന്നും കുറച്ചും കൂടി സ്ലിപ്പ് ചെയ്തിട്ട് കുറച്ചും കൂടി കഴിഞ്ഞതിന് ശേഷം സ്റ്റാർട്ട് ചെയ്താലും നമ്മുടെ പ്രോജക്റ്റിന് ഡിലേ വരാത്ത രീതിയിൽ സ്റ്റാർട്ട് ചെയ്യണം. ദാറ്റ് ഈസ് ഈക്വൽ ടു ദ ലേറ്റസ്റ്റ് ഫിനിഷ് ടൈം മൈനസ് ദ ടൈം റിക്വയർഡ് ടു കംപ്ലീറ്റ് ദ ആക്ടിവിറ്റി. അപ്പോൾ എവിടെയൊക്കെ എന്തൊക്കെ ചെയ്താലും ഏറ്റവും അവസാനം പ്രോജക്റ്റ് ആ പറയുന്ന ഡെഡ് ലൈന് മുമ്പ് തീരണം. എവിടെ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ ഏർലിയസ്റ്റ് സ്റ്റാർട്ട് ടൈമോ ഫിനിഷ് ടൈമോ എപ്പോൾ വേണമെങ്കിലും നമുക്ക് അതിനനുസരിച്ചുള്ള രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാം. ബട്ട് പ്രൊവൈഡഡ് വി ഷുഡ് കംപ്ലീറ്റ് ദ പ്രോജക്റ്റ് ഓൺ ദാറ്റ് ഡെഡ് ലൈൻ ടൈം. അങ്ങനെയാണ് നമ്മൾ ടൈം എസ്റ്റിമേറ്റ് ചെയ്യുന്നത്. ഇനി വരുന്ന കുറച്ച് ടേംസ് ആണ് ഫോർവേഡ് പാസ്, ബാക്ക്വേർഡ് പാസ് ആൻഡ് സ്ലാക്ക് ടൈം. ഫോർവേഡ് പാസ് എന്ന് പറയുന്നത് നമ്മൾ സ്റ്റാർട്ടിൽ നിന്ന് എൻഡിങ് വരെ ഒരു റൗണ്ട് ഇങ്ങനെ പോവുകയാണ്. ദാറ്റ് ഈസ് വി ഫോക്കസ് ഓൺ ദ ഏർലി സ്റ്റാർട്ട് ആൻഡ് ഏർലി ഫിനിഷ് ടൈംസ് ആൻഡ് ദേ ആർ കാൽക്കുലേറ്റഡ് ഫ്രം മൂവിങ് ഫോർവേഡ് ടു ദ നെറ്റ്വർക്ക് ആൻഡ് കൺസിഡറിങ് ദ പ്രെഡിസസർ ആക്ടിവിറ്റീസ്. അപ്പോൾ അവിടെ നമ്മൾ മാക്സിമം കേസാണ് നോക്കുക. നമ്മൾ സ്റ്റാർട്ടിൽ നിന്ന് എൻഡ് വരെ പോകും. ഓരോ ആക്ടിവിറ്റി നമ്മൾ തുടങ്ങും. ഓരോ ആക്ടിവിറ്റി തുടങ്ങിയതിന് ശേഷം അത് കംപ്ലീറ്റ് ആയതിനു ശേഷം അടുത്ത ആക്ടിവിറ്റിയിലേക്ക് പോകും. അപ്പോൾ അതൊരു ഫോർവേഡ് പാസ്സാണ്, സ്റ്റാർട്ടിൽ നിന്ന് എൻഡിലേക്ക് പോകുന്നു. അപ്പോൾ അവിടെ നമ്മൾ ഏർലി സ്റ്റാർട്ട് ഏർലി ഫിനിഷിനാണ് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നത്. ഈ ബാക്ക്വേർഡ് പാസ് എന്ന് പറയുന്നത് നമ്മൾ ഏറ്റവും അവസാനത്തെ ഫേസിൽ നിന്ന് തിരിച്ച് ബാക്കോട്ട് സ്റ്റാർട്ടിലോട്ടേക്ക് വരിക. ഇവിടെ നമ്മൾ പ്രയോറിറ്റി കൊടുക്കുന്നത് ലേറ്റസ്റ്റ് സ്റ്റാർട്ടിനും ലേറ്റസ്റ്റ് ഫിനിഷ് ടൈംസും ആണ്. ഇവിടെ നമ്മൾ ബാക്ക്വേർഡ് ആണ് നമ്മൾ നെറ്റ്വർക്കിലൂടെ പാസ് ചെയ്യുന്നത്, ബട്ട് ആ സമയത്ത് നമ്മൾ മിനിമം ആണ് കൺസിഡർ ചെയ്യുക. അപ്പോൾ ആ ഒരു ഡിഫറൻസ് മനസ്സിലാക്കുക. ഫോർവേഡ് പാസിൽ വെൻ വി കൺസിഡർ മാക്സിമം, ഇൻ ദ ബാക്ക്വേർഡ് പാസ് വി കൺസിഡർ ദ മിനിമം. സ്ലാക്ക് ടൈം എന്ന് പറയുന്നത് അതിൻ്റെ ഏർലിയസ്റ്റും, ഓരോ ആക്ടിവിറ്റിക്ക് അതിൻ്റെതായിട്ടുള്ള സ്ലാക്ക് ടൈം ഉണ്ടാവും. ഇറ്റ് വിൽ ബി ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഇറ്റ്സ് ഏർലിയസ്റ്റ് ആൻഡ് ലേറ്റസ്റ്റ് സ്റ്റാർട്ട് ടൈം ഓർ ബിറ്റ്വീൻ ദ ഏർലിയസ്റ്റ് ആൻഡ് ലേറ്റസ്റ്റ് ഫിനിഷ് ടൈം. അവിടെ ഏർലിയസ്റ്റും ലേറ്റസ്റ്റും ഒരുമിച്ച് നോക്കി അതിൻ്റെ ഡിഫറൻസ് ആണ് എടുക്കുന്നത്. ഓക്കെ, ഇനി ക്രിട്ടിക്കൽ പാത്ത് ഇസ് ദ പാത്ത് ഓഫ് ആക്ടിവിറ്റീസ് ഹാവിങ് 0 സ്ലാക്ക് ടൈം. ആ ഒരു പാത്തിൽ ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഏറ്റവും ആ ഒരു പാത്തിൽ കൂടി പോയാൽ നമ്മുടെ പ്രോജക്റ്റ് എവിടെയും എത്തൂല. ഇറ്റ് ഈസ് എ ക്രിട്ടിക്കൽ പാത്ത് ഓഫ് ആക്ടിവിറ്റീസ് ഹാവിങ് 0 സ്ലാക്ക് ടൈം. അതുപോലെ തന്നെ ലോങ്ങസ്റ്റ് പാത്തും ആയിരിക്കാം. ക്രിട്ടിക്കൽ പാത്ത് എന്താണെന്ന് നമുക്ക് ആ മെത്തേഡ് നോക്കുമ്പോൾ പഠിക്കാം. ഫോർ ദ ടൈം ബീങ് ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ക്രിട്ടിക്കൽ പാത്ത് ഇസ് എ പാത്ത് ഓഫ് ആക്ടിവിറ്റീസ് ഹാവിങ് സ്ലാക്ക് ടൈം 0. അപ്പോൾ അവിടെ നമ്മുടെ ഏർലിയസ്റ്റ് സ്റ്റാർട്ടും ലേറ്റസ്റ്റ്, നമുക്ക് ഇനി ആ ഒരു ആക്ടിവിറ്റിക്ക് ചെയ്യാൻ സമയമില്ല, അങ്ങനത്തെ ആക്ടിവിറ്റീസ് ആയിരിക്കും ഈ ക്രിട്ടിക്കൽ പാത്തിൽ കൂടുതലും വരുന്നത്. ഓക്കെ, സോ വി മൂവ് ഓൺ ടു ഒരു സിമ്പിൾ പ്രോജക്റ്റ് ആണ്. ഇവിടെ നമുക്ക് ABCD എന്ന് പറഞ്ഞ 4 ആക്ടിവിറ്റി ഉണ്ട്. എന്റെ പ്രൊഡ്യൂസർ ആരുമില്ല, ബിൻ്റെ പ്രൊഡ്യൂസർ ആരുമില്ല, സിൻ്റെ തൊട്ട് പുറകെയാണ് എ, ഡിൻ്റെ തൊട്ട് പുറകെ എയും ബിയും. അപ്പോൾ ഡി നമ്മൾ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ വി ഷുഡ് കംപ്ലീറ്റ് എ ആൻഡ് ബി. അവർക്ക് ഓരോ ആക്ടിവിറ്റീസിനും വേണ്ട ഓരോ ടൈമാണ്. എക്ക് 5, ബിക്ക് 6, സിക്ക് 4 ആൻഡ് ഡിക്ക് 2. സോ ദിസ് ഇസ് ദ ഫിഗർ. യു ക്യാൻ സി വി സ്റ്റാർട്ട്, നമ്മൾ തുടങ്ങുന്നത് തന്നെ ഒരു സ്റ്റാർട്ട് എന്നാണ്. എക്കും ബിക്കും പ്രൊഡ്യൂസർ ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ എനും ബിയും ഒരുമിച്ച് സ്റ്റാർട്ടിലേക്കാണ് ആക്കിയത്. ടേബിളിൽ കണ്ട പോലെ സിൻ്റെ പ്രൊഡ്യൂസർ എ ആണ്,
ഡീൻ്റെ പ്രൊഡ്യൂസറിൽ എയും ബിയും വരും, പിന്നെ സിയും ഡിയും ആണ് അവസാനത്തെ ഇത്. ഏറ്റവും അവസാനം സിയും ഡി ആണ്, അതിനുശേഷം ഒന്നുമില്ല. അപ്പോൾ അതിന് നമുക്ക് ഒരുമിച്ച് ഫിനിഷിലേക്ക് കൊണ്ടുവരാം. ഇങ്ങനെയാണ് ഒരു നെറ്റ്വർക്ക് പ്ലാനിങ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്രസിഡൻസ് ഡയഗ്രാം വരക്കുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് അതിൻ്റെ ടേംസ് ആണ്. അപ്പോൾ നമ്മൾ ഇതൊരു ഒരു പിക്ചോറിയൽ റെപ്രസെൻറ്റേഷൻ കാണിച്ചാണ്. നമുക്ക് ആക്ടിവിറ്റി ഉണ്ട്, ഓരോ ആക്ടിവിറ്റിക്ക് എക്സ്പെക്റ്റഡ് ടൈമും ഉണ്ട്. ദെൻ വി ഹാവ് ഏർലിയർ സ്റ്റാർട്ട്, ഏർലിയർ ഫിനിഷ്, ലേറ്റസ്റ്റ് സ്റ്റാർട്ട് ആൻഡ് ലേറ്റസ്റ്റ് ഫിനിഷ്. പിന്നെ സ്ലാക്ക് ടൈം ഉണ്ട്. സ്ലാക്ക് ടൈം എന്ന് പറയുന്നത് അവർ തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ഓക്കെ, അതിൻ്റെ ഓരോ ഇൻഡിവിജ്വലി അതിൻ്റെ ആക്രോണിമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി ആ ഒരു പർട്ടിക്കുലർ ഡയഗ്രാമത്തിൻ്റെ ഫോളോ ചെയ്തിട്ടാണ് ഇത്. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് എ എന്നാണ്. എ കംപ്ലീറ്റ് ചെയ്യാൻ നമുക്ക് 5 ആണ് നമ്മുടെ ടൈം, ബി കംപ്ലീറ്റ് ചെയ്യാൻ 6 ആണ് ടൈം, സി കംപ്ലീറ്റ് ചെയ്യാൻ 4 ആണ് ടൈം, ഡി കംപ്ലീറ്റ് ചെയ്യാൻ 2 ആണ് ടൈം. ഓക്കെ, അപ്പം നമ്മുടെ സ്ലാക്ക് എന്ന് പറയുന്നത് ലേറ്റസ്റ്റ് ഫിനിഷ് മൈനസ് ഏർലിയസ്റ്റ് ഫിനിഷ്, അതല്ലെങ്കിൽ ലേറ്റസ്റ്റ് സ്റ്റാർട്ട് മൈനസ് ഏർലിയസ്റ്റ് സ്റ്റാർട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യുമ്പം നമ്മൾ 5 ആണ് നമ്മൾ ഈ ആക്ടിവിറ്റി. സോ വി സ്റ്റാർട്ട് ഫ്രം 0. നമ്മൾ ആദ്യം ഫോർവേഡ് പാസ്സാണ് നോക്കുന്നത്. സോ വി സ്റ്റാർട്ട് ഫ്രം 0. 0ൽ കൂടെ നമ്മൾ 0 ആണ് നമ്മൾ ഏർലിയസ്റ്റ് സ്റ്റാർട്ട് ടൈം, നമ്മൾ 5 ആണ് ആ ടോട്ടൽ ആക്ടിവിറ്റിക്ക് വേണ്ടത്. സോ വി ആഡ് 0 + 5. സോ ഹിയർ വി ഗെറ്റ് 5. ഓക്കെ, ഇനി എന്ന് നമുക്ക് സിയിലോട്ടേക്കും പോകാം, എന്ന് ഡിയിലോട്ടേക്കും പോകാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ 5 ആണ് ഇപ്പോൾ കിട്ടിയത്. ഇനി ആ 5ൻ്റെ കൂടെ നമ്മൾ ഈ സിയുടെ ആക്ടിവിറ്റി, അതായത് സി തുടങ്ങുന്നത് എപ്പോഴാണ്? ഈ പ്രീവിയസിൻ്റെ 5 കഴിയുമ്പോഴാണ്. ഇനി സിയിൽ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ 5 + this 4 ദാറ്റ് വിൽ ബി ഈക്വൽ ടു 9. അപ്പോൾ ആ തൊട്ട് മുമ്പത്തെ എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ദാറ്റ് ഇസ് ഷോൺ ഇൻ 5. അപ്പോൾ ഇതെന്ന് ഈ ഒരു ബോക്സ് എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ കണ്ട് ഈ ബോക്സ് ആണ് യൂഷ്വലി. ഓക്കെ, ആക്ടിവിറ്റി ഉണ്ട്, ടോട്ടൽ എത്ര ടൈം ഉണ്ട്, ES, EF, LS, LF, സ്ലാക്ക് ടൈം. ഈ ഒരു ബോക്സ് ആണ് ഇവിടെ ചെറിയൊരു ബോക്സായി കാണിക്കുന്നത്. ഓക്കെ, അപ്പം നമ്മൾ സ്ലാക്ക് ടൈം ഒന്നും ഇപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ട. നമ്മൾ ഫോർവേഡ് പാസ് നോക്കുമ്പം ഈ മേലത്തെ 2 കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി. ബാക്ക്വേർഡ് പാസ് നോക്കുമ്പോഴാണ് താഴത്തെ കാര്യം നോക്കുക. സോ ഫസ്റ്റ് ബി അവെയർ ഓഫ് ആക്ടിവിറ്റി ടൈം, എക്സ്പെക്റ്റഡ് ടൈം, ES ആൻഡ് EF ഡ്യൂറിങ് ദ ഫോർവേഡ് പാസ്. അപ്പോൾ ഇവിടെ സി നമുക്ക് 4 ടൈം വേണം ടോട്ടൽ. സി തുടങ്ങുന്നത് 5 എന്നാണ്. സോ 5 + 4 ഗിവ്സ് യു 9. ഓക്കെ, അതുപോലെ ഇനി ഡിക്ക് തുടങ്ങുന്നത് 5ലാണ്. 5 + 2 വിൽ ഗിവ്സ് യു 7. ഓക്കെ, അതിനുശേഷം നമ്മൾ ഇനി ഫിനിഷിലോട്ടേക്ക് പോവുകയാണ്. അപ്പോൾ ഫിനിഷിൽ പോകുമ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ ഫിനിഷിലേക്ക് എത്തി. നമ്മളിപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. 5 അല്ല, ഇവിടെ 6 ആണ്. നമ്മൾ ഇവിടുത്തെ 5 + 4 ആണ് 9. ഇവിടെ 6 ആണ് അതിൻ്റെ ഏർലിയസ്റ്റ് സ്റ്റാർട്ട് ടൈം. അപ്പോൾ 6 + 2 വിൽ ഗിവ് യു ദ ഏർലിയസ്റ്റ് ഫിനിഷ് ടൈം ആസ് 8. അങ്ങനെയാണ്. ഓക്കെ, 7 അല്ല, ഇത് ബാക്ക്വേർഡ് പാസ് നോക്കുമ്പോഴാണ്. അതുപോലെ ഇവിടെ 0 + 5 വിൽ ഗിവ് യു ദിസ് 5. 5 + 9 വിൽ ഗിവ് യു ദിസ് 9. ആൻഡ് 6 + 2 വിൽ ഗിവ് യു ദിസ് 8. ഇവിടെ ബി തുടങ്ങുന്നത് 0 എന്നാണ്. സോ 0 + 6 വിൽ ഗിവ് യു 6. അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ പോയിന്റ് എത്തുമ്പോൾ നമ്മൾ ഏറ്റവും മിനിമം ആണ് നോക്കേണ്ടത്. കാരണം ഇവിടെ നമ്മൾ 6 + 2 ചെയ്യുമ്പോൾ 8 കിട്ടി. ഓക്കെ, അതനുസരിച്ച് നമ്മൾ ഏറ്റവും മിനിമം ഏതാ വരുന്നത് അത് വേണം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ. സോ ആസ് യു ക്യാൻ സീ ഹിയർ, നമ്മൾ ഇവിടെ നിന്ന് ഈ ഒരു പർട്ടിക്കുലർ ഡി എന്ന് പറയുന്ന നോഡിന് എന്നും ബിയിലോട്ടേക്കും കണക്ടിവിറ്റി ഉണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചു, നമ്മൾ ഫോർവേഡ് പാസിൽ മാക്സിമവും ബാക്ക്വേർഡ് പാസിൽ മിനിമവും നോക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു സിയിലേക്ക് വരുന്നത് എ എന്നാണ്. അപ്പോൾ എന്റെ 5ഉം കൂടി ആഡ് ആയിട്ടാണ് 5 4 യു ഗെറ്റ് 9. ബട്ട് ഈ ഡിയിലേക്ക് വരുന്നത് നമുക്ക് എ എന്നും വരുന്നുണ്ട്, ബി എന്നും വരുന്നുണ്ട്. സോ എ എന്നുള്ളത് 5 ആണ്, ബി എന്നുള്ളത് 6 ആണ്. അപ്പോൾ നമ്മൾ മാക്സിമം വേണം നോക്കാൻ. അങ്ങനെയാണ് നമുക്ക് 6 ഇവിടെ യൂസ് ചെയ്തിട്ട് യു ക്യാൻ ഗെറ്റ് 6 + 2 = 8. സോ ഇവിടെ നമുക്ക് 9 കിട്ടി, ഇവിടെ നമുക്ക് 8 കിട്ടി. ഇനി അതിൻ്റെ മാക്സിമം 9 ആണ്. ഓക്കെ, അപ്പോൾ ആ 9 നമ്മൾ ഇവിടെ ഇട്ട് കൊടുക്കുക. ദിസ് 9 ഹിയർ ആൻഡ് ദ സെയിം 9 ഹിയർ. ഓക്കെ, ഇനി നമ്മൾ വീണ്ടും ബാക്ക്വേർഡ് ട്രാവേഴ്സ് ചെയ്യുക. അപ്പോൾ ഇവിടെ നമുക്ക് ബാക്ക്വേർഡ് ട്രാവേഴ്സ് ചെയ്യുമ്പം നമുക്ക് 9 - 2 ചെയ്യുമ്പം വി ഗെറ്റ് 7. ഇവിടെ 9 - 4 ചെയ്യുമ്പം വി ഗെറ്റ് 5. ഇവിടെ നമ്മൾ മിനിമം ആണ് നോക്കേണ്ടത്. ബാക്ക്വേർഡ് പാസ് നോക്കുമ്പോൾ മിനിമം നോക്കണം. ഓക്കെ, ഇനി ഡി എന്ന് സ്പ്ലിറ്റ് ചെയ്ത് പോകുന്നത് എയിലോട്ടേക്കും ബിയിലോട്ടേക്കുമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടിയ 7 ആണ്. ആ 7 ഇവിടെ നമ്മൾ ഇടാം. പിന്നെ ഇവിടെ നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് 7ഉം ഉണ്ട് 5ഉം ഉണ്ട്. ബട്ട് വി കൺസിഡർ ഓൺലി ദ മിനിമം. സോ വി ഗെറ്റ് 5. അങ്ങനെ ആ 5 ഇവിടെ ഇട്ടു. ഓക്കെ, ഇവിടെയുള്ള ഈ 7 ഇവിടെ ഇട്ടു. ഇനി 7 - 1 വി ഗെറ്റ്
6. No, sorry, 7 minus 6 we get 1. ഇവിടെ 5 minus 5 we get 0. ഓക്കെ, അപ്പോൾ നമ്മൾ തുടങ്ങിയത് 0 എന്നും എ തുടങ്ങിയത് 0 എന്നും എ എല്ലാം കഴിഞ്ഞിട്ട് 0-ൽ തീർന്നു. ഇവിടെ ബി തുടങ്ങിയത് 0-ലും ബി എല്ലാം കഴിഞ്ഞ് തിരിച്ച് വന്നപ്പോൾ വി ഗെറ്റ് 1. ഇനി നമ്മൾ സ്ലാക്ക് കാൽക്കുലേറ്റ് ചെയ്യുക, അതായത് ഈ ട്രയാങ്കിളിൻ്റെ ഈ ഏറ്റവും പോയിന്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമ്മൾ LF മൈനസ് EF അല്ലെങ്കിൽ LS മൈനസ് ES. LF മൈനസ് ഇങ്ങനെ മൈനസ് ചെയ്യുക അല്ലെങ്കിൽ ഇങ്ങനെ മൈനസ് ചെയ്യുക, എങ്ങനെ മൈനസ് ചെയ്താലും കിട്ടും. അപ്പോൾ ഇവിടെ 0 മൈനസ് 0 0 ആണ്, 5 മൈനസ് 5 0 ആണ്, അങ്ങനെയാണ് 0 വരുന്നത്. 5 മൈനസ് 5 0 ആണ്, 9 മൈനസ് 9 0 ആണ്. പിന്നെ ഇവിടെ 0 മൈനസ് 1 1 ആണ്, അല്ലെങ്കിൽ 7 മൈനസ് 6 1 ആണ്, 10 മൈനസ് 6 1 ആണ്, 8 മൈനസ് 9 1 ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഫോർവേഡ് പാസ് ചെയ്യുമ്പോൾ മാക്സിമം നോക്കുക, ലെഫ്റ്റ് ബാക്ക്വേർഡ് പാസ് ചെയ്യുമ്പോൾ മിനിമം നോക്കുക. അപ്പോൾ ഇവിടെയൊക്കെ സ്ലാക്ക് 0 ആണ്, ഇവിടെയൊക്കെ സ്ലാക്ക് 1 ആണ്. അപ്പം നമുക്ക് ക്രിട്ടിക്കൽ പാത്ത് എന്ന് പറയുന്നത് ഈ സ്ലാക്ക് 0 ഉള്ളതിൽ കൂടി പോകുമ്പോഴാണ് നമ്മുടെ ക്രിട്ടിക്കൽ പാത്ത് വരുന്നത്. ബട്ട് ഇവിടെ നമുക്ക് ഇനിയും ടൈം ഉണ്ട്, ഇനിയും 1 ടൈം വെച്ച് ഓരോ ആക്ടിവിറ്റിക്ക് ഇനിയും ഉണ്ട്. ബട്ട് ഇവിടെ തീരെ ടൈമില്ല, അതാണ് സ്ലാക്ക് ടൈം കാണിക്കുന്നത്. സോ യു ക്യാൻ കൺസിഡർ ദിസ് ആസ് എ ക്രിട്ടിക്കൽ പാത്ത്. നെക്സ്റ്റ് അപ്പോൾ ഇതാണ് ജസ്റ്റ് ഒരു ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡാണ്, ജസ്റ്റ് ഒരു മെത്തേഡ് എങ്ങനെയാണ് ഫോളോ ചെയ്യുന്നതാണ്. ഇനി ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ് എങ്ങനെയാണ് ഇതിലോട്ടേക്ക് വരുന്നതെന്ന് നോക്കാം. So critical path method is basically developed by J.E. Kelly of Remington Rand and M.R. Walker of DuPont, and the emphasis was on the trade-off between the cost of projects and its overall completion time. അപ്പോൾ ഒരു പ്രോജക്റ്റിന് എത്ര കോസ്റ്റ് വരും, അതിൻ്റെ ഓവറോൾ എത്ര കംപ്ലീഷൻ ടൈം വരും, ഇത് രണ്ടിനെയും കൂടി ഫോക്കസ് ചെയ്തിട്ടാണ് ഈ ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ സീക്വൻസ് ഓഫ് ആക്ടിവിറ്റീസ് ബിറ്റ്വീൻ എ പ്രോജക്റ്റ് സ്റ്റാർട്ട് ആൻഡ് ഫിനിഷ് ദാറ്റ് ടേക്സ് എ ലോങ്സ്റ്റ് ടൈം ടു കംപ്ലീറ്റ്. ഓക്കെ, അപ്പോൾ ഏറ്റവും കൂടുതൽ ടൈം എടുത്ത് കംപ്ലീറ്റ് ചെയ്യുന്ന ആ ഒരു ആക്ടിവിറ്റീസ് എല്ലാം കൂടി ജോയിൻ ചെയ്യുന്ന പാത്തിനെയാണ് നമ്മൾ ക്രിട്ടിക്കൽ പാത്ത് എന്ന് പറയുക. അപ്പോൾ ആ ക്രിട്ടിക്കൽ പാത്ത് വെച്ച് നമ്മൾ ഫോളോ ചെയ്യുന്ന മെത്തേഡിനെയാണ് ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ് എന്ന് പറയുക. നേരത്തെ കണ്ട പോലെ തന്നെയാണ്, അതിൻ്റെ എക്സ്പ്ലനേഷൻ ആണ്. ജസ്റ്റ് അതിൻ്റെ സ്റ്റെപ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മൾ ഓരോ ഇൻഡിവിജ്വൽ ആക്ടിവിറ്റീസ് നമ്മൾ സ്പെസിഫൈ ചെയ്യണം, പിന്നെ അതിൻ്റെ ഓരോ ആക്ടിവിറ്റീസിൻ്റെ സീക്വൻസ് നമ്മൾ ഡിറ്റർമൈൻ ചെയ്യണം, നെറ്റ്വർക്ക് ഡയഗ്രാം നമ്മൾ വരക്കണം, ആക്ടിവിറ്റി കംപ്ലീഷൻ ടൈം നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യണം, പിന്നെ ക്രിട്ടിക്കൽ പാത്ത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം, അതനുസരിച്ച് നമ്മൾ CPM ആ ഡയഗ്രാം നമ്മൾ അപ്ഡേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇത് ജസ്റ്റ് ഒരു റെപ്രസെൻറ്റേഷൻ ആണ്. നമുക്ക് കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്, അതിൻ്റെ പ്രസിഡൻസ് ആരൊക്കെയാണ് വരുന്നതും ഉണ്ട്, പിന്നെ നോർമൽ ടൈം എത്രയാണ്, അതിൻ്റെ കോസ്റ്റ് എത്രയാണെന്ന് നോക്കാം. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ഡയഗ്രാം. നമുക്ക് A1 2 3 4 എന്നൊക്കെ പറയുന്നത് നോഡ്സ് ആണ്, പിന്നെ ABC എന്നൊക്കെ പറയുന്ന ആക്ടിവിറ്റീസ് ആണ്. അപ്പോൾ A എന്ന് പറയുന്ന ആക്ടിവിറ്റി തീരാൻ 3 ടൈമാണ് വേണ്ടത്, C എന്ന് പറയുന്ന ആക്ടിവിറ്റി തീരാൻ 7 ആണ് വേണ്ടത്. അപ്പോൾ അങ്ങനെ അനുസരിച്ച് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഈ ഒരു കാര്യം പിക്ചറിൽ റെപ്രസെൻറ്റ് ചെയ്തതാണ് ഈ ഒരു ഫിഗർ. ഓക്കെ, അപ്പം ഇതിൽ നമുക്ക് ഓവർ ഹെഡ് കോസ്റ്റ് ആസ് പെർ ദ ഗിവൺ ഡേറ്റ ഇസ് 50. അപ്പോൾ നമുക്ക് ഈ ഡാറ്റയിലുള്ള ക്വസ്റ്റ്യൻ ആണ്, ഓവർ ഹെഡ് കോസ്റ്റ് എന്ന് പറയുന്നത് 50 തന്നെയാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ഏറ്റവും അവസാനം എത്താൻ കുറേ റൂട്ട്സ് ഉണ്ട്. നമുക്ക് ADFGI, യു ക്യാൻ സി ADFGI. ഇപ്പോൾ സപ്പോസ് 8ാമത്തെ ആക്ടിവിറ്റിയാണ് അവസാനമെങ്കിൽ 8ലേക്ക് എത്താൻ നമുക്ക് ADFGI എന്ന് പറയുന്ന പാത്തുണ്ട്, പിന്നെ ABEFGI എന്ന് പറയുന്ന പാത്തുണ്ട്, ABEFH എന്ന് പറയുന്ന പാത്തുണ്ട്. അപ്പം ഏത് പാത്തിൽ കൂടി പോയാൽ വി ഷുഡ് റീച്ച് ദാറ്റ് 8, ദാറ്റ് ഈസ് എ ലാസ്റ്റ് നോഡ്. അപ്പോൾ അങ്ങനെ ഓരോ പാർട്സും നമ്മൾ റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ട്, അങ്ങനെ ഓരോ ഇൻഡിവിജ്വലി കോസ്റ്റും എടുത്തിട്ടുണ്ട്. ദാറ്റ് ഇസ് 32 31 29 30 30 31. അപ്പം നമുക്ക് ഉള്ള ഓവർ ഹെഡ് കോസ്റ്റ് 50 ആണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ കോസ്റ്റ് വരുന്നത് ADFGI ആണ്, ദാറ്റ് ഇസ് 32. ഹെൻസ് ADFGI വിൽ ബി കൺസിഡർഡ് ആസ് ദ ക്രിട്ടിക്കൽ പാത്ത്. കാരണം ആ ഒരു പാത്തിലാണ് ഏറ്റവും കൂടുതൽ കോസ്റ്റും ലോങ്ങസ്റ്റ് പാത്തും. ഓക്കെ, അതുകൊണ്ടാണ്. അതുമാത്രമല്ല ആ കോസ്റ്റ് നിങ്ങൾ കൂട്ടി നോക്കിയാൽ കാണും യു വിൽ ഗെറ്റ് 32, ബാക്കി എല്ലാം കുറവാണ്. അപ്പം നമുക്കിവിടെ 29 ഉള്ളത് ACFH ആണ്. അപ്പം ആസ് എ റിസൾട്ട് നമുക്ക് പ്രോജക്റ്റ് ഈ ഒരു പാത്തിൽ കൂടി പോവാം, അപ്പം കോസ്റ്റും കുറവായിരിക്കും. ക്രിട്ടിക്കൽ പാത്ത് എന്ന് പറയുന്നത് ADFGI ആണ്, 32 യൂണിറ്റ്സ് ഉണ്ട്. അപ്പോൾ ഏറ്റവും ലോങ്ങസ്റ്റ് ആയിട്ടുള്ള ക്രിട്ടിക്കൽ പാത്താണ് ADFGI. ഓക്കെ, so whenever you get a pictorial representation or get a tabular form like this, you should draw this figure and then you should represent which are all the activities, what are all the nodes, what are all the events. പിന്നെ ഡമ്മി ആക്ടിവിറ്റീസ് ഉണ്ടെങ്കിൽ അങ്ങനെ, ഇല്ലെങ്കിൽ അങ്ങനെ, പിന്നെ അതനുസരിച്ച് നമ്മൾ ഓരോന്ന് ഇൻഡിവിജ്വലി കാൽക്കുലേറ്റ് ചെയ്തിട്ട് ക്രിട്ടിക്കൽ പാത്ത് ഏതാണെന്ന് കണ്ടുപിടിക്കുക. അപ്പോൾ ഓരോ സിംഗിൾ യൂണിറ്റിനുള്ള ഓവർ ഹെഡ് കോസ്റ്റും അങ്ങനെയൊക്കെ തന്നിട്ടുണ്ടോ, അത് വെച്ച് നമ്മൾ ഇതിത്ര ആഡ് ചെയ്തിട്ട് നമുക്ക് ഓരോ വാല്യൂസും കിട്ടും. ദെൻ യു ഷുഡ് ഐഡൻറ്റിഫൈ ദ ക്രിട്ടിക്കൽ പാത്ത്. ഇതാണ് ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ്. ഇനി നമുക്ക്
പ്രോജക്റ്റ് ഇവാലുവേഷൻ ആൻഡ് റിവ്യൂ ടെക്നിക് ആ ഒരു മെത്തേഡിൽ പോകുന്നതിന് മുമ്പേ നമ്മൾ അതിൻ്റെ കുറച്ച് ടൈം എസ്റ്റിമേറ്റ്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ടൈം എസ്റ്റിമേറ്റ്സ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് അതിൽ വരുന്നത് ഒപ്റ്റിമിസ്റ്റിക് ടൈമാണ്, ദാറ്റ് ഇസ് T0. ഇത് നമ്മുടെ ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു ഷോർട്ടസ്റ്റ് ടൈമിനാണ് ഒപ്റ്റിമിസ്റ്റിക് ടൈം എന്ന് പറയാം. മോസ്റ്റ് ലൈക്ലി ടൈം എന്ന് പറയുന്നത് ഒരു ആക്ടിവിറ്റി പെർഫോം ചെയ്യാനുള്ള എത്ര ടൈം റിക്വയർഡ് ആണ്, ദാറ്റ് ഇസ് എ പ്രോബബിൾ ടൈം റിക്വയർഡ് ടു പെർഫോം ദാറ്റ് ആക്ടിവിറ്റി, അതാണ് മോസ്റ്റ് ലൈക്ലി ടൈം. പിന്നെ വരുന്നത് പെസിമിസ്റ്റിക് ടൈം. പെസിമിസ്റ്റിക് ടൈം എന്ന് പറയുന്നത് ലോങ്ങസ്റ്റ് എസ്റ്റിമേറ്റഡ് ടൈമാണ് റിക്വയർഡ് ടു പെർഫോം ആൻ ആക്ടിവിറ്റി. അപ്പോൾ ഇത് മൂന്ന് രീതിയിലാണ് വി ഹാവ് T0, TM, TP. അത് വെച്ചിട്ട് നമുക്ക് എക്സ്പെക്റ്റഡ് ടൈം എന്ന് പറയുന്നത് T0 + 4 times TM + TP divided by 6. This is the equation used for calculating the expected time. ഓക്കെ, ഇനി നമുക്ക് പ്രോജക്റ്റ് ഇവാലുവേഷൻ ആൻഡ് റിവ്യൂ ടെക്നിക്കാണ് PERT അനാലിസിസിൽ വരുന്ന സ്റ്റെപ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ് പോലെ കുറച്ചും കൂടി ഡിഫറെൻ്റ് ആണ്, ബട്ട് സെയിം ആ കാര്യങ്ങളും അതൊക്കെ കറക്റ്റ് സെയിം ആണ്. അപ്പോൾ ഇതിൽ നമ്മൾ സ്പെസിഫിക് ആക്ടിവിറ്റീസ് ഏതൊക്കെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക, പിന്നെ ആ സീക്വൻസ് ഓഫ് ആക്ടിവിറ്റീസ് കറക്റ്റ് ഡിറ്റർമൈൻ ചെയ്യുക, നെറ്റ്വർക്ക് ഡയഗ്രാം വരയ്ക്കുക, പിന്നെ ഓരോ ആക്ടിവിറ്റിക്കും വേണ്ട ടൈം കണ്ടെത്തുക, ക്രിട്ടിക്കൽ പാത്ത് കണ്ടെത്തുക, പിന്നെ ആ ഒരു അനാലിസിസ് അനുസരിച്ച് നമ്മുടെ PERT ചാർട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുക. ഓക്കെ, അപ്പോൾ ഹിയർ യു ആർ ഗിവൺ വിത്ത് സം ആക്ടിവിറ്റി, ദിയർ ഡിസ്ക്രിപ്ഷൻ, പ്രസിഡൻസ് ആരൊക്കെയാണ് വരുന്നുണ്ട്, പിന്നെ ആ 3 തരത്തിലെ ടൈമും എക്സ്പെക്റ്റഡ് ടൈമും. ഓക്കെ, അപ്പോൾ അതനുസരിച്ച് നമ്മൾ പിക്ടോറിക്കലി ആ ഫിഗർ വരച്ചിട്ടുണ്ട്. ഓക്കെ, സോ ഹിയർ യു സി ABEFG, ABEFG. അത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് 1 എന്നും എൻഡ് ചെയ്യുന്നത് 7 എന്നുമാണ്. അപ്പോൾ 2 പാത്രം നമുക്കിവിടെ കാണാൻ പറ്റും. ഒന്ന് 1 2 4 5 6 7, ഒന്ന് 1 2 3 4 5 6 7. വേറെ പാത്തൊന്നുമില്ല. അപ്പോൾ ഇതിനകത്ത് ABEFG എന്ന് പറഞ്ഞ പാത്ത് കൂടി പോകുമ്പോൾ ആ ഒരു പാത്ത് ആഡ് ചെയ്ത് കിട്ടുന്ന കൗണ്ടാണ് നമുക്ക് 60. മറ്റേ പാത്തിൽ കൂടി പോകുമ്പോൾ വി ഗെറ്റ് 64. അപ്പോൾ 64 ആണ് നമ്മൾ വരുന്ന ക്രിട്ടിക്കൽ പാത്ത്. ഓക്കെ, ഇനി അതനുസരിച്ച് വരുന്ന അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് നമ്മൾ എക്സ്പെക്റ്റഡ് പ്രോജക്റ്റ് കംപ്ലീഷൻ ടൈം നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ സ്പെസിഫൈഡ് ഡേറ്റിന് മുമ്പ് തന്നെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ള ഒരു പ്രോബബിലിറ്റി ഉണ്ട്. ദെൻ ക്രിട്ടിക്കൽ പാത്ത് ആക്ടിവിറ്റീസ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നതുകൊണ്ട് തന്നെ അത് കംപ്ലീഷൻ ടൈമിന് ഒരു ഇമ്പാക്റ്റ് ആണ്. ദെൻ സ്ലാക്ക് ടൈമും നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്ലാക്ക് ടൈം അനുസരിച്ച് നമുക്കിപ്പോൾ റിസോഴ്സസ് കിട്ടിയില്ല എങ്കിൽ അത് ക്രിട്ടിക്കൽ പാത്ത് ആക്ടിവിറ്റി അല്ല എങ്കിൽ നമുക്ക് അതനുസരിച്ച് ഫേവറബിൾ ആണ്. ഓക്കെ, ദ ആക്ടിവിറ്റീസ് ദാറ്റ് ഹാവ് സ്ലാക്ക് ടൈം ആൻഡ് ദാറ്റ് ക്യാൻ ലെൻഡ് റിസോഴ്സസ് ടു ക്രിട്ടിക്കൽ പാത്ത് ആക്ടിവിറ്റീസ്. അപ്പോൾ നമുക്ക് സ്ലാക്ക് ടൈം വേറെ ഏതെങ്കിലും ആക്ടിവിറ്റീസിൽ സ്ലാക്ക് ടൈം കുറേ ഉണ്ടെങ്കിൽ അത് നമുക്ക് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം. ഓക്കെ, പിന്നെ സ്റ്റാർട്ട് ആൻഡ് എൻഡ് ഡേറ്റ്സും അതനുസരിച്ച് അവൈലബിൾ ആണ്. പിന്നെ ഇതിൻ്റെ ലിമിറ്റേഷൻ എന്ന് പറയുന്നത് നമ്മൾ PERT അനാലിസിസ് ചെയ്യുമ്പോൾ നമുക്ക് അതനുസരിച്ച് കുറേ വർക്ക് കൂടുതലാണ്. പിന്നെ നെറ്റ്വർക്ക് ചാർട്ട്സും അതിനൊക്കെ ലാർജും അൺവീൽഡിയാണ്, അതൊക്കെ കുറച്ച് ഡിഫിക്കൽട്ടാണ്. പിന്നെ നമ്മൾ ടൈം എസ്റ്റിമേറ്റ്സ് ഇൻഡിവിജ്വലി കാൽക്കുലേറ്റ് ചെയ്യണം, അതൊക്കെ വളരെയധികം കോംപ്ലക്സ് ആണ്. കാരണം നമുക്ക് പെസിമിസ്റ്റിക്, ഒപ്റ്റിമിസ്റ്റിക് അതിൻ്റെ ടൈം എല്ലാം ഉണ്ട്, അതൊക്കെ ഓരോ ഇൻഡിവിജ്വലി ഓരോ ആക്ടിവിറ്റിയും കംപ്ലീറ്റ് ചെയ്യണം. പിന്നെ പ്രോജക്റ്റ് ടൈം നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്ന അനുസരിച്ച് നമുക്ക് ടൈം കൺസ്യൂമിങ് ആയിരിക്കും. പിന്നെ ടൈം ഫാക്ടേഴ്സും കോസ്റ്റ് ഫാക്ടേഴ്സ് ഒക്കെ, ഇതിൽ കോസ്റ്റ് ഫാക്ടേഴ്സ് കൂടുതൽ നോക്കുന്നില്ല, ബട്ട് ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡിൽ നമ്മൾ കോസ്റ്റും ബാക്കി കാര്യങ്ങളും നോക്കുന്നുണ്ട്. ഇവിടെ അത്ര ടൈം ഫാക്ടേഴ്സും കോസ്റ്റ് ഫാക്ടേഴ്സും നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. So we see the difference between, that is CPM method is fixed deterministic time when PERT is probabilistic time. നമുക്ക് റിപ്പീറ്റേറ്റീവ് ആയിട്ട് ചെയ്യാൻ പറ്റും. നോൺ കോംപ്ലക്സ് ആയിട്ട് പ്രോജക്റ്റിൽ നമുക്ക് ഒരു സർട്ടൺ ഡിഗ്രി വരെ നമുക്ക് എസ്റ്റിമേറ്റ് കണ്ടെത്താൻ പറ്റും. പക്ഷേ PERT എന്ന് പറയുന്ന മെത്തേഡ് നോൺ റിപ്പീറ്റേറ്റീവ് ആയിട്ടുള്ള കാര്യത്തിലാണ് ചെയ്യുക. പിന്നെ കോംപ്ലക്സ് പ്രോജക്റ്റിലും ടൈം എസ്റ്റിമേറ്റ് ചെയ്യുന്നത് ചില സമയത്ത് അൺസർട്ടൺ ആയിരിക്കും. ദെൻ CPM മെത്തേഡ് ഇറ്റ് ഇൻക്ലൂഡ്സ് ടൈം ആൻഡ് കോസ്റ്റ്, ഇറ്റ്സ് ട്രേഡ് ഓഫ്. പിന്നെ PERT അത് റെസ്ട്രിക്റ്റഡ് ആണ്. പിന്നെ CPM എന്ന് പറഞ്ഞാൽ നമ്മൾ കൺസ്ട്രക്ഷൻ പ്രോജക്ട്സിലാണ് യൂഷ്വലി യൂസ് ചെയ്യാറ്. PERT എന്ന് പറയുന്നത് R&D, റിസോഴ്സ് ആൻഡ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസിലൊക്കെയാണ് മെയിൻലി യൂസ് ചെയ്യുന്നത്. സോ ദാറ്റ്സ് ഓൾ. ഇത്രയാണ് നമ്മുടെ PERT ആൻഡ് CPM മെത്തേഡ് എന്ന് പറഞ്ഞ് വരുന്നത്. ഇതിൻ്റെ നോട്ട്സും ഞാൻ നിങ്ങൾക്ക് തരാം. അപ്പം ഈ ഒരു ടോപ്പിക് എന്ന് പറഞ്ഞ് ഞാൻ ജസ്റ്റ് എടുത്തുന്നേ ഉള്ളൂ. ലൈക്ക് ഇഫ് യൂണിവേഴ്സിറ്റി എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതനുസരിച്ച് ഇതിൽ എന്തെങ്കിലും എഴുതാൻ പറ്റട്ടെ എന്ന രീതിയിലാണ്. ഓക്കെ, so thus we come to the end of this section. Thank you.